തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട താലൂക്കിലും വിളവൂർക്കൽ പഞ്ചായത്ത് മലയം ദേശത്ത് ശിവക്ഷേത്രത്തിലേക്ക് ധ്വജപ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഞങ്ങൾ ദാരുപരിഗ്രഹം നടക്കുന്ന ഒരു ക്രിയാ സന്ദർഭത്തിൽ നേതൃത്വം ഹോമാദികൾ ചെയ്തതിന്റെ സംവാദം കൊണ്ട് അധിവസിച്ച് ദിവസം രാവിലെ ആയുധപൂജ കഴിഞ്ഞ് സംവാദം ചെയ്ത് മരം മുറിക്കാൻ അനുവാദം നൽകുന്ന ഒരു മഹാ സംരംഭമാണ് ഇന്നലെ ഇന്നുമായിട്ട് ഇവിടെ നടക്കുന്നത്. പഞ്ചപ്രാകാരമുള്ള ക്ഷേത്രത്തിന്റെ നക്കല്ലെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നതാണ് ധ്വജം. ബാക്കി അംഗങ്ങളെല്ലാം വന്ന ശേഷം ധ്വജമാണ് അവസാനം. ഈ ഒരു മഹാസംരംഭം ദർശിക്കാനും അതിൽ പങ്കുകൊള്ളാനും സാധിക്കുക എന്നുള്ള മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്ദർഭമാണ്. ഭാരിച്ച ചെലവുകളും മറ്റൊത്തിരി ബുദ്ധിമുട്ടുകളുള്ള ഈ ഒരു മഹാസംരംഭം ഭക്തജനങ്ങളുടെ സമർപ്പണ മനോഭാവത്തോടുകൂടി അങ്ങേയറ്റം അത് വേണ്ട രീതിയിൽ ക്രിയാദികളോടുകൂടി വിജയിപ്പിക്കുവാൻ എല്ലാവരും മഹാദേവന്റെ പാദങ്ങളെ സ്മരിച്ചുകൊണ്ട് സന്നദ്ധരാണെന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഓം നമഃ ശിവായ. 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 ഓം ഹ്രീം നമഃ ശിവായ. നമസ്തേ സജ്ജനങ്ങളെ, അനന്തപുരിയിലെ ഉത്സവ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഹരിപ്രിയ പ്രൊഡക്ഷൻസിൻ്റെ ഭക്തി നിർഭരവും ആചാര അനുഷ്ഠാനങ്ങൾക്കും ക്ഷേത്രോത്സവങ്ങൾക്കും പ്രാധാന്യം നൽകി വീഡിയോ പകർപ്പായി സൂക്ഷിക്കുന്ന ഞങ്ങളുടെ സംരംഭത്തിൽ ഇന്ന് തിരുവനന്തപുരം മലയം മഹാദേവ ക്ഷേത്രത്തിലെ പുതുതായി പ്രതിഷ്ഠിക്കുന്ന കൊടിമരത്തിനാവശ്യമായ തേക്കുംതടി ക്ഷേത്രത്തിൽ കൊണ്ടുവരുന്നതിൻ്റെ ഘോഷയാത്രയുടെ ദൃശ്യങ്ങൾ ഭക്തിപുരസരം ഈ വീഡിയോയിലൂടെ ഹരിപ്രിയ പ്രൊഡക്ഷൻസ് ഭക്തജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. ക്ഷേത്ര ചരിത്രം ഇങ്ങനെ: മാസനത്തിൽ ധ്യാനനിരതനായി ഭക്താഭീഷ്ട ദാനവരപ്രദനായി സാക്ഷാൽ ശ്രീ മഹാദേവൻ വിരാജിക്കുന്ന പുണ്യഭൂമിയാണ് മലയം. മഹാദേവന്റെ ആലയം എന്നർത്ഥം വരുന്ന മഹാദേവാലയം എന്ന പേര് ലോപിച്ച് കാലാന്തരത്തിൽ മലയം എന്ന പേരുണ്ടായി. ത്രേതായുഗത്തിൽ സീതാന്വേഷണത്തിനായി രാവണ രാജധാനിയായ ലങ്കാപുരിയിൽ എത്തിച്ചേർന്ന ശ്രീരാമ ലക്ഷ്മണന്മാരും വാനരപ്പടയും രാവണ സൈന്യവുമായി ഏറ്റുമുട്ടി. ആ ഘോരയുദ്ധത്തിൽ മായാബാണമേറ്റ് ബോധരഹിതനായി നിലംപതിച്ച രാമലക്ഷ്മണന്മാരുടെ ജീവ ഔഷധമായ മൃതസഞ്ജീവനി തേടിപ്പോയ ഹനുമാൻ ഹിമാലയത്തിലെ ഔഷധമല അപ്പാടെ എടുത്ത ധൃതിയിൽ ലങ്ക ലക്ഷ്യമാക്കി ആകാശമാർഗെ വരുന്ന വഴിയിൽ വളരെ മനോഹരവും ശാന്തഗംഭീരവുമായ ഒരു വനപ്രദേശത്ത് അതിനോട് ചേർന്ന് കളകളാരവം മുഴക്കി ഒഴുകുന്ന ഒരു കൊച്ചരുവിയും ഹനുമാന്റെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ചു. തൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ കാരണമായ ശക്തി എന്താണ് ഇവിടെ എന്ന് തിരക്കിയ ഹനുമാന് ആ പ്രദേശത്ത് കുടികൊള്ളുന്ന മഹാദേവ ചൈതന്യം അത് കണ്ണിൽ തെളിഞ്ഞു വന്നു. ഹിമാലയത്തിൽ നിന്നും മരുത്വ മലയുമായി വരുന്നതിനിടെ ഇതുവരെ എങ്ങും വിശ്രമിച്ചില്ല. എന്നാൽ ഇവിടെ അല്പമൊന്ന് വിശ്രമിച്ച് മഹാദേവനെ വണങ്ങി അനുഗ്രഹവും വാങ്ങാമെന്ന് ഹനുമാൻ തീരുമാനിക്കുകയും മരുന്നുമല താഴെ വെച്ച് പത്മാസനത്തിൽ ധ്യാനത്തിലിരിക്കുന്ന ശ്രീ മഹാദേവനെ തൊഴുത് രാമലക്ഷ്മണന്മാരുടെ ദീർഘായുസിനും വിജയത്തിനും വേണ്ടി മൃത്യുഞ്ജയനോട് പ്രാർത്ഥിച്ചു. മാരുതിയുടെ പ്രാർത്ഥനയിൽ സംപ്രീതനായ ഭഗവാൻ ഹനുമാന്റെ പ്രാർത്ഥനകൾ സഫലമാകട്ടെ എന്ന് അനുഗ്രഹിച്ച് ആഞ്ജനേയനെ യാത്രയാക്കി. മഹാദേവന്റെ അനുഗ്രഹത്താൽ ഊർജ്ജസ്വലനായ ഹനുമാൻ മരുത്വമല താങ്ങിയെടുത്ത് ലങ്കയിലേക്ക് തിരിച്ചു. അപ്പോൾ അബദ്ധത്തിൽ അല്ലെങ്കിൽ
മഹാവൈദ്യനായ വൈദ്യനാഥനായ മലയം ശ്രീ മഹാദേവൻ്റെ ഇംഗിതത്താലും ഹനുമാന്റെ മൂക്കുതട്ടി കുറച്ചു ഭാഗം അടർന്നു താഴെ വീണു. അതാണ് ഔഷധ സസ്യങ്ങളുടെ കലവറയായ മൂക്കുന്നിമല. പിന്നെയും യുഗങ്ങളോളം ഭഗവാൻ ശിവൻ മലയത്ത് പത്മാസനത്തിൽ തപസ് തുടർന്നു. കടുത്ത ശിവഭക്തനും ചിരഞ്ജീവിയുമായ അഗസ്ത്യമുനി ഭഗവാൻ ശിവന് ജലധാര ചെയ്യുന്ന ജലം, അരുവിയായി ഒഴുകുന്ന വനഭംഗി, കളിയാടുന്ന പ്രശാന്ത സുന്ദരമായ മലയത്ത് മൃതസഞ്ജീവനി തളിരിട്ടു നിൽക്കുന്ന മൂക്കുന്നിമലയുടെ അടിവാരത്ത് കലിയുഗത്തിൽ ജനവാസ കേന്ദ്രങ്ങൾ ഉണ്ടായി തുടങ്ങി. അക്കാലത്തൊരിക്കൽ മനചാഞ്ചല്യം ഉള്ള മറ്റൊരു വ്യക്തിക്ക് ഭഗവാൻ ശിവലിംഗ രൂപത്തിൽ ദർശനം നൽകി. ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്ത് വിട്ടിമര ചുവട്ടിലാണ് സ്വയംഭൂ ധ്യാന ലിംഗ ദർശനം ലഭിച്ചത്. പക്ഷേ സ്വതേ ബുദ്ധി ഉറയ്ക്കാത്ത ആ മനുഷ്യൻ ശിവലിംഗം അവിടെ നിന്നും അകലെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുവച്ചു. പിന്നീട് അദ്ദേഹം വീണ്ടും വിട്ടിമര ചുവട്ടിലെത്തിയപ്പോഴേക്കും ശിവലിംഗം വീണ്ടും വിട്ടിമര ചുവട്ടിലിരിക്കുന്നു. ഈ വാർത്ത നാടാകെ പരന്നു. മഹാദേവ ചൈതന്യം കേട്ടറിഞ്ഞു വന്നവർ ധ്യാനലിംഗേശ്വരനായ മലയം ശ്രീ മഹാദേവന് മുന്നിൽ വിളക്ക് വെച്ചു വണങ്ങി. ഭഗവാന്റെ ശക്തി ചൈതന്യം അനുഭവിച്ചറിഞ്ഞ ഭക്തർ ഭഗവാന് ക്ഷേത്രം പണി കഴിപ്പിച്ചു. ശിവനും ശക്തിയും രണ്ടല്ല. ശിവൻ കുടികൊള്ളുന്നിടത്ത് ശക്തിയും കുടിയിരിക്കും. പുരുഷനും പ്രകൃതിയുമായിട്ടുള്ള ബന്ധം. മലയം ശിവക്ഷേത്രത്തിനടുത്തു തന്നെ പ്രകൃതീശ്വരിയായ ജഗദംബിക വനദുർഗാ ഭാവത്തിൽ കുടികൊള്ളുന്നു. ശിവപുത്രിയായ ഭദ്രകാളിയും പിതാവിൻ്റെ സാമീപ്യത്തിനു വേണ്ടി ഭഗവാന്റെ പാദസരോജങ്ങൾക്കരികിൽ ചെല്ലമംഗലത്തും മച്ചേലുമായി വന്നു വാഴുന്നു. ശ്രീ മഹാദേവൻ ഇവിടെ സുരഗംഗയൊഴുകുന്ന പുരിജടാമകുടവും അതിൽ തുമ്പപ്പൂ അഴകു ചാർത്തുന്ന ചന്ദ്രക്കലയും അണിഞ്ഞ് ഗംഗാധരനും ചന്ദ്രകലാധരനുമായി ത്രിനേത്രനായി പന്നകാഭരണനായി ശ്രീനീലകണ്ഠനായി ആനത്തോൽ പുതച്ചും പുലിത്തോലുടുത്തും കരിനാഗത്തളയിട്ട് ശരീരമാസകലം ഭസ്മം പൂശി ഭസ്മവിഭൂഷിതനായി തൃശൂലവും ഡമരവും കയ്യിലേന്തി തൃശൂലിയായി സദാ സുസ്മേരവദനനായി ലോകമംഗളം ചൊരിയുന്ന ശിവനായി പത്മാസനത്തിൽ ധ്യാനനിരതനായി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് ഭഗവാൻ ശ്രീ മഹാദേവൻ മലയം ശ്രീ ശിവക്ഷേത്രത്തിൽ കുടിയിരിക്കുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ചിരകാല സ്വപ്നമായിരുന്ന ധ്വജപ്രതിഷ്ഠയ്ക്ക് വേണ്ടിയുള്ള തേക്കുമരം കോന്നി ഫോറസ്റ്റ് ഡിവിഷനിൽ നിന്നും 2025 മെയ് 14 ബുധനാഴ്ച ക്ഷേത്രതന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പൂജാതി കർമ്മങ്ങൾക്കു ശേഷം മുറിച്ച് 15-ാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം ക്ഷേത്രത്തിൽ വാദ്യതാളമേളങ്ങളോടുകൂടി താലപ്പൊലിയുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നതിൻ്റെ പ്രസക്ത ഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹരിപ്രിയ പ്രൊഡക്ഷൻസ് ഈ വീഡിയോ ഭക്തിപുരസ്സരം ഭക്തജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ച് പ്രവർത്തിച്ച എല്ലാ സുമനസ്സുകൾക്കും ഭഗവത് നാമത്തിൽ ഞങ്ങൾ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അഭീഷ്ടവരദായകനും സകല ജഗത്തിനും ആധാരമൂർത്തിയുമായ ശ്രീ മഹാദേവൻ വാണരുളുന്ന പുണ്യപുരാതനവും പരിപാവനവുമായ മലയം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന കൊടിമര ഘോഷയാത്രയുടെ വീഡിയോ കാണുകയും ഈ ദേശത്തും മറ്റു ദേശത്തുള്ളവർക്കും ഷെയർ ചെയ്യുന്നതുവഴി മലയം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ യശസ്സും കീർത്തിയും നിങ്ങളിൽ ഓരോരുത്തരിലൂടെയും വർദ്ധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓം നമഃശിവായ എന്ന ദിവ്യനാമം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. മറ്റൊരു ക്ഷേത്ര വിശേഷവുമായി എത്തുന്നവരെ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. ഹരിപ്രിയ പ്രൊഡക്ഷൻസിന് വേണ്ടി ഞാൻ ഹരിപ്രിയ രാജ്കുമാർ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. Namah Shivaya.